നമ്മൾ തോടൊക്കെ കീറിയിട്ട് കുറേ ചീരകൾ കുഴിച്ചിട്ടുണ്ട്. പച്ചയും ചുവപ്പും ചീര മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ അതോടൊപ്പം ഞാൻ കൂടി വേറെ ഒരു വിളയും കൂടി ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ചീര ഏകദേശമൊക്കെ വിളവെടുക്കാറായിട്ടുണ്ട്. ചീരയ്ക്ക് കൊടുത്ത തോടുകളാണിത്. ഇതിന് ഞാൻ ചീരയ്ക്ക് വേണ്ടിയിട്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ജൈവവളങ്ങളൊക്കെ ഒരുപാട് ഞാൻ പല തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വളമൊക്കെ എടുത്തിട്ട് നമ്മുടെ ഈ മണ്ണ് നല്ല ഫലപുഷ്ടമായ മണ്ണായി മാറിയിരിക്കുകയാണ്. അതിലൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു കൃഷിയും കൂടി നമുക്ക് ചെയ്യാം. ഈ രീതിയിലാണ് ഞാൻ ചീര നട്ടു കൊടുത്തിട്ടുള്ളത്. വരി വരിയായിട്ടാണ് നട്ടു കൊടുത്തത്. ഇപ്പം അത് ഏകദേശമൊക്കെ വലുതായിട്ട് വിളവെടുക്കാറൊക്കെ ആയിട്ടുണ്ട്. ഇനി അത് കുറേശ്ശെ നമുക്ക് വിളവെടുത്ത് തുടങ്ങുകയും ചെയ്യാം. പലരും പറയാറുണ്ട് നമ്മുടെ ചീരകൾ വലുതായി വരുമ്പോഴേക്കും പുഴുക്കുത്ത് വരികയാണ്, ഇലകളിൽ പുഴുകൾ വരികയാണ്, കേട് ബാധിക്കുകയാണെന്നൊക്കെ. അത് നമ്മൾ അതിൻ്റെ കറക്റ്റ് ടൈമിൽ വിളവെടുക്കാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ ഇടയ്ക്ക് ഓരോ ചുവന്ന ചീരയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചയും ചുവപ്പും കൂടി മിക്സ് ആയി നിൽക്കുമ്പോൾ കാണാൻ വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കണ്ടോ, അതൊക്കെ നല്ല വലിയ ഇലകളായി നമ്മളെ ചുവന്ന ചീരേനേക്കാളും ഉയരത്തിൽ വന്നിട്ടുള്ള നമ്മുടെ പച്ച ചീര തന്നെയാണ്. ഇതല്ലേ, ഇത് ഒക്കെ ഇന്നേക്കാളും ഉയരത്തിലായിട്ടുണ്ട്. ഇന്നേക്കാളും ഉയരം പോകാൻ വലിയ പ്രയാസമൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ടും എന്നാലും ഇത്ര ഉയരത്തിൽ വന്നിട്ടില്ല അത് ചീര. ആദ്യത്തെ വിളവെടുപ്പ് ആയതുകൊണ്ട് തന്നെ ചീരയുടെ ഇലയുടെ വലിപ്പം കണ്ടില്ലേ, നല്ല വലിയ ഇലകളായിട്ട് നിൽക്കുന്നത്. ഓരോ ഇല പൊട്ടിച്ചാൽ തന്നെ നമുക്ക് ചോറുണ്ണാൻ പാകത്തിലായിട്ടുണ്ട്. കണ്ടാ, ഇത്ര വലിയ ഇലയിലാണ് നിൽക്കുന്നത് കണ്ടില്ലേ. നമുക്കൊരു 4-5 ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പരിപ്പിട്ട് കറി വെക്കാനുണ്ടാവും. തോരന് വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് ഞാൻ അത്ര അധികം പൊട്ടിച്ചത്. ഇന്നിവിടെ ഞാൻ നിർത്തുകയാണ്. ഇനി നമുക്ക് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ 1-2 ദിവസങ്ങളിലൊക്കെ ഇതേപോലെ ചീര അരിഞ്ഞെടുക്കാനുണ്ടാവും. വിത്തിന് വെച്ചിരുന്ന മഞ്ഞളാണ്. ഇതൊക്കെ ഏകദേശം മുളച്ചു തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓരോരോ തൈകളായിട്ട് മാറും. ഇതിന് തന്നെ നമുക്ക് ഇത്രത്തോളം മഞ്ഞൾ നട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 3-4 കിലോനൊക്കെ പറിച്ചെടുക്കാനുണ്ടാവും. ഇതെല്ലാം ഞാൻ വിത്തിനെടുത്ത് വെച്ചിരുന്നുള്ള മഞ്ഞളുകളാണ്. അതൊക്കെ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയെടുക്കുന്നത്. വളരെ ചെറിയ പീസാക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ മുളച്ചു വരുന്ന തൈകൾക്ക് വലിയ ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ അതിന് കുറച്ച് വലുപ്പമുള്ള പീസുകളായിട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞളിന് മനസ്സിലായിട്ട് അത് ഏപ്രിൽ മാസമായി, അതുകൊണ്ട് തന്നെ അത് മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി വേഗം നമുക്കതിനെ നട്ടു കൊടുക്കണം. നമ്മൾ ഇതേ ചീരയുടെ ഇടയിലേക്ക് ഒരു ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ തോടൊക്കെ കീറിയിട്ട് അല്ലെങ്കിൽ ബെഡ് പോലൊക്കെ ഇട്ടിട്ട് ഒരു ഏരിയ ഒക്കെ എടുത്തിട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ നീളത്തിൽ ഇങ്ങനെ ഒരുപോലെ മുളച്ച് വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഏരിയ എടുത്ത് നട്ടാലും മതി. ഞാൻ തോടെടുത്തിട്ട് വെക്കാൻ കാരണം അതിൽ കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുത്താലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതങ്ങനെ ഒപ്പാക്കി എടുക്കും. പിന്നെ അതൊരു ഏരിയ പോലെ ആവും ചെയ്യും. അപ്പോൾ നമ്മൾ ചീര ഒരു 3-4 മാസം കൊണ്ടൊക്കെ നമ്മൾ വിളവെടുപ്പ് കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള മഞ്ഞളുണ്ടല്ലോ, അതിനൊന്ന് പൊതട്ട് കൊടുക്കണം. അത് നമ്മളൊരു അടുത്ത മാസം കഴിയുമ്പോൾ ശരിക്കും ഒരു ഏപ്രിൽ മാസത്തിലേക്കാണ്, അടുത്ത മാസമൊക്കെയാണ് മുളച്ച് വരിക. ഇപ്പോൾ തന്നെ കുറച്ച് മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ അതിനോടൊരു പൊതട്ടിട്ട് മൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കരിയില തന്നെയാണ്. നമ്മുടെ മുറ്റത്തു നിന്നൊക്കെ മരത്തിലെ ചുവട്ടിൽ നിന്നൊക്കെ അടിച്ചു കൂട്ടിയിട്ടുള്ള കരിയിലകൾ എടുത്തിട്ട് ഒരു ബക്കറ്റിലാക്കിയിട്ട് അതിൻ്റെ കടയിൽ കൊണ്ടിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചീരയുടെ ഇടയിൽ മുളച്ചുള്ള പുല്ലുകളൊക്കെ നശിച്ച് പോവുകയും ചെയ്യും. ആ പുല്ലും വളവും നമ്മളെ കരിയിലും കൂടി ഒരു നല്ല ഒന്നാം തരം വളമായി മാറുകയും ചെയ്യും. കണ്ടില്ലേ, ചീരയുടെ ഇടയിലത്തെ കളകളൊന്നും പറിച്ച് മാറ്റേണ്ടി വന്നിട്ടില്ല നമുക്ക്. ഇങ്ങനെ ചെയ്തുകൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ചീരയ്ക്കൊക്കെ നല്ല വേനൽക്കാലത്ത് കടന്ന് ഉണങ്ങി പോവാതെ ഒരു പൊതട്ട് കൊടുത്തുവെച്ചെങ്കിൽ ഒരു തണലായിട്ട് നല്ല ഈർപ്പം നിലനിർത്താനും സാധിക്കും. ഇതുപോലെ നമ്മൾ ചീര നടാൻ വേണ്ടി എന്താണെങ്കിലും നനയ്ക്കുകയും വേണം, അതിന് വളം കൊടുക്കുകയൊക്കെ വേണം. അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞളും കൂടിയാണ് കയറി വളരും. പിന്നെ മഞ്ഞളിന് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 2-3 തവണ വളം കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു പ്രയാസങ്ങളും ഇല്ല. അത് പോയിട്ട് വിളവെടുത്ത് കൊണ്ടുവരേ വേണ്ടുള്ളൂ മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ.